ലെറ്റ്സ് ഗോ വിത്ത് ജിക്കു. ട്രാവൽ വ്ലോഗിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ കാണാനെത്തിയവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, അതുവേ ഇതറേ. ഇത് പണ്ട് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ ബുധനാഴ്ചയോ ശനിയാഴ്ചയോ ഒക്കെ രൂപാന്തരപ്പെടുന്ന ഒരു കലാരൂപമുണ്ട്. കൺഫ്യൂസ്ഡ് ആകണ്ട ചില മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ. ഈ പടിഞ്ഞാറേ ചന്ത, കിഴക്കേ ചന്ത, ബുധനാഴ്ച ചന്ത, ശനിയാഴ്ച ചന്ത, മൊത്തത്തിൽ ചന്തയാണല്ലേ. അതെ, ഇങ്ങ് ഗാൽവേയിലും അയർലൻഡിന്റെ കുഞ്ഞു കൗണ്ടിയിലും എല്ലാ ശനിയാഴ്ചകളിലും ഓപ്പൺ ആവുന്ന സാറ്റർഡേ മാർക്കറ്റിംഗ് ഉണ്ട്. നീണ്ട 1 വർഷക്കാലമായിട്ട് ഇവിടെ താമസിച്ചിട്ടും അതെന്താന്ന് കൂടി അറിയാൻ പറ്റാത്ത ഒരു 2-3 പേരെ, സ്പെഷ്യലി പറഞ്ഞ കുറച്ച് പേരെ അത് കാണിക്കാൻ കൊണ്ടുപോകുന്ന ബ്ലോഗാണ് ഇത്. 2 പെട്ടികൾ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംസാരിക്കുന്നു? ചിക്കൻ വേണോ? കാണുന്നതാണ് സാറ്റർഡേ മാർക്കറ്റിംഗ്. യെസ്, നമ്മുടെ ഈ അയർലൻഡ് ഒരു കർഷക കുടുംബമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്കറിയാം അല്ലേ. നമ്മുടെ ഇവിടുത്തെ എല്ലാ ഫാമേഴ്സും അവരുടെ ഓൺ പ്രോഡക്റ്റിന് നല്ല ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്ന് വിൽക്കുന്ന സ്ഥലമാണ് ഈ സാറ്റർഡേ മാർക്കറ്റ്. വെറൈറ്റി ലോബ്സ്റ്ററിന്റെ കുഞ്ഞാണ്. എന്താ നീരാളിയോ? ഇതെന്താ സാധനം? ഇത് നമ്മുടെ കൊഞ്ചിന്റെ വേറെ ടൈപ്പാണ്. ലോബ്സ്റ്ററിന്റെ കുഞ്ഞാണ്. ബഫർ ഫിഷാ? ചെമ്മീൻ കിടക്കുന്നു. ചെമ്മീൻ എത്രാന്ന് ചോദിക്കാം. കക്ക അല്ലേ? നല്ല വെളുപ്പിൽ ഫ്രഷ് ആയതുകൊണ്ട് ഏറ്റവും എന്താ ഉറപ്പിക്കാം. അല്ല, ഇവിടെ ഫ്രഷ് ആയി ചേച്ചി, ഡയറക്റ്റ് വരിക. നമുക്ക് എത്ര, പക്ഷെ ഇവിടെ വിലക്കുറവാ. ഇതെന്നാടി വൈറ്റ് പോൾ ബോട്ട്. ഇത് മീനാന്ന് പറയുമോ? ഇത് റേവൈൻ, റെഡ് ബുള്ളറ്റ്. നമ്മൾ പോയ സ്ഥലം ബെല്ലുള്ളറ്റ്. കൊച്ചുങ്ങൾക്ക് പേര് തോന്നുന്നുണ്ട്. നമ്മൾ പോയ സ്ഥലം ബെല്ലുള്ളറ്റ്. ഇതാണ് കഴിച്ചെന്ന് പറയാനാണോ? ഈ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ഹൈജീനിക് ആണോ അൺഹൈജീനിക് ആണോ എന്നുള്ള ഡിബേറ്റ് ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ടേസ്റ്റ് അതൊരു രക്ഷയില്ല. ഇവിടെയുണ്ട് നമ്മുടെ ഒരു ഹിന്ദി വാലക്കാരുടെ ഒരു ചെറിയ സ്ട്രീറ്റ് ഫുഡ് കട. നല്ല മുരിഞ്ഞ ഉള്ളിവടയും സമൂസയും പാനിപ്പൂരിയൊക്കെ കിട്ടുന്ന ഒരു കട. എന്നെയൊക്കെ പറഞ്ഞാലും നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി 4 ആളെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ഹാപ്പിനെസ് കുറച്ച് പീക്ക് ലെവലാണ് എപ്പോഴും, അല്ലേ? ശിവനോ? ശരിയാ, ശിവൻ ആണ്. ശിവനാ ബുദ്ധന്റെ ഫേസുള്ള ശിവൻ. അല്ലാണ്ട് ജോസ് പ്രകാശിനായിട്ട് സാധനം ചെറിയ 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 ക്രാഫ്റ്റ് വർക്കുകളാണ്. പക്ഷെ ഭയങ്കര ക്യൂട്ടാണല്ലേ കാണാൻ. ഹായാ, സോ ക്യൂട്ട്. ആനയുണ്ട് ലൈക്ക് ഭയങ്കര ഭയങ്കര കുഞ്ഞ് ക്യൂട്ടായിട്ടുണ്ട്. കണ്ടോ? €5. എടി, അതിലൊരെണ്ണം എനിക്ക് എടുക്കണം. നമുക്ക് 2 പേർക്ക് വേറെ എടുക്കാം. ഞങ്ങൾ പാണ്ടിക്കട കയറി നമുക്ക് പരിധിക്ക് വരാം. ഇഷ്ടപ്പെടുമോ? നാട്ടിലെ ടൈഗർ ബാമിനാണ് €5. അതായത് നാട്ടിലൊരു €450. ഇതെല്ലാം മെഴുകുതിരിയാണ്, പല പല ഷേപ്പിലാ. 5 ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഡോണറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മേക്കിംഗ് സ്റ്റൈൽ ഒപ്പം പുള്ളി ഭയങ്കര കാര്യമായിട്ട് പാടുന്നുണ്ട്. സിംഗിങ് സോഫ്റ്റ്വെയർ ഒറിജിനൽ അല്ലാന്ന്. ഈ സ്ഥലത്ത് ഇതൊക്കെ ഭയങ്കര മുള്ള്, മറ്റേ
കിടക്കുമ്പോ കട്ടിന്റെ അടിയിൽ കിടക്കണം. എനിക്കൊന്ന് ചെറുതിന് മാത്രമേ സെൻസേഷൻ ഉള്ളൂ പ്രായമായത് അത് ആമവാൽ മോതിരമാണോ അത്? ഈ സീലുള്ള സാധനങ്ങൾ അങ്ങനെ ഓരോരോ അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാനാ ചെയ്യുന്ന സംഭവമല്ല. അതുകൊണ്ടൊക്കെ തന്നെ അതിന് വേറെ വരുന്നുണ്ട്. അത് ആക്രി. എനിക്ക് അത്ര ഇല്ല, നമുക്ക് അത്ര ഉണ്ട്. കൊനമാര മാർബിൾ ജ്വല്ലറി ആൻഡ് സോഫ. ഓ എന്താ സ്മൂത്ത്നെസ് ആണ്. ഞങ്ങള് എക്സിബിഷൻ കാണാൻ പോവാ അല്ലേ നീയും? അല്ല സത്യം പറഞ്ഞാൽ ഞാൻ കാണാൻ പോവാണ്. നമുക്കിനി അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ. വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന ആർട്ടുകൾ. ദിസ് ഈസ് സോ ഈസി അല്ലേ നീയും? ഇത് ടീച്ചർമാർ വരയ്ക്കുന്നതാണോ? ആ നിനക്കിങ്ങനെ മനസ്സിലായത് ടീച്ചർമാർ വരയ്ക്കുന്നതാണ്? മിക്ക സാറ്റർഡേകളിലും ഞാൻ ഈ മാർക്കറ്റിലെത്തുമ്പോൾ ഇവിടെ നമ്മളെ കാത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഹൈഡ് ചെയ്ത് വെക്കാറുണ്ട്. ചിലപ്പോൾ എക്സിബിഷൻ ആവാം, ചിലപ്പോൾ വല്ല ഡ്രാമ പ്ലേസ് ആകാം, എന്തെങ്കിലും ആകാം. ഈ വട്ടം ഞങ്ങളുടെ കൺമുന്നിൽ എത്തിയത് എക്സിബിഷനാണ്. അതിൽ ഫ്രീ എൻട്രി ആയതുകൊണ്ട് തന്നെ ഒന്നും നോക്കിയില്ല, ചാടിക്കേറി എല്ലാം കാണാനായിട്ട് തീരുമാനിച്ചു. കലാസൃഷ്ടികൾ എൻ്റെ ഡയലോഗ് ഇട്ടിട്ടാണോ ശരിക്കുന്നത്? ആ 4 പൂവിനാണ് ഇത് 125 €. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മതിയാണ്, നല്ല റേറ്റ്. അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഞങ്ങൾ കൊന്നല്ലേ? ഇതാണ് കണിക്കൊന്ന. ഈ പൂവാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഈ പൂവാണ് ഇവിടുത്തെ ഫേവറേറ്റ് പൂ. ഓക്കെ സോറി. അണ്ട് ഇത് വിറ്റുപോയി. ഗോൾവേ റൈസിൻ്റെ ഇത് നീ എടുത്തിട്ട് 2 മരിച്ചിട്ട് ഇവിടെ കൊണ്ട് ഒട്ടിക്കുകയോ? ആൾക്കാരെ ഭംഗി പോലുമില്ല. €150. ഞാനിവിടെ വന്നിട്ട് മനസ്സിലാക്കിയ കാര്യം, നമ്മൾ പെയിന്റും ബ്രഷും കൊണ്ട് എന്ത് വരച്ചിട്ട് എവിടെ ഒട്ടിച്ചാലും കാശ് കിട്ടും. നീയും നിന്നിൽ ഞാൻ വലിയൊരു ഭാവി കാണുന്നുണ്ട്. ഇത് പക്ഷെ പൊളിച്ചു. ഇതിനൊക്കെ എത്ര? ഇതിനൊരു €350. ഓക്കെ, ഇതൊക്കെ കുറച്ച് എന്താ റിയലിസ്റ്റിക് ആയിട്ട്. പക്ഷെ ഇതെന്താ കോഴിയാണല്ലോ. ആ ഇത് കേരളത്തിന്റെ കോഴി. €150. ഏതാടി ഞാൻ ഇനി അയർലൻഡിലേക്ക് വരുന്നവർക്ക് തരുന്നൊരു അഡ്വൈസാണ്, നമ്മുടെ നാട്ടിൽ പൊട്ടിപ്പൊളിഞ്ഞ് ഏത് സാധനം കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് ഒരു 150-250 എന്നെ വെച്ചാലോ? 10 സെന്റ് കിട്ടിയ ലാഭം. ഇങ്ങനെ അധിക്ഷേപിക്കാൻ പാടില്ലായിരുന്നു. ഒരു കഥ ഇറങ്ങിയിട്ടുണ്ട്. വേറെ കോഴി, ഒരു കഥ, വേറെ കിളി, ഒരു കഥ എഴുതുന്നുണ്ട് ഗൈസ്. പോയിട്ടുണ്ട്. എന്ത് കഥ ഉദ്ദേശിച്ചത്? അതിൻ്റെ മീനിൻ്റെ പുറത്ത് മീനിന്റെ പുറത്ത് കയറിയിട്ട് മീൻ പിടിക്കുന്നതാണെന്ന് തോന്നുന്നു കവി ഉദ്ദേശിച്ചത്. ബട്ട് എന്നെ എല്ലാ ആർട്ടും കണ്ട് പല ഭ്രാന്തായി നേരത്തെ പുറത്ത് പോയി നിൽക്കുന്ന 4 പേരാണ് അവർ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ വാങ്ങിച്ചാലോ? തീരുമ്പം അത് പിന്നെ അടുത്ത ഞായറാഴ്ച ശനിയാഴ്ച എല്ലാ ശനിയാഴ്ച ഉണ്ട്. എല്ലാ ശനിയാഴ്ച ഉണ്ട്. സെയിം സ്റ്റോർ സെയിം കടകളുമാണ്. കുഞ്ഞു കുഞ്ഞു വൈൻ ഗ്ലാസ് ഷോട്ട്. ഇത്തിരി വീഡിയോ ആയതുകൊണ്ട് ഇത്ര മാറ്റി പറഞ്ഞതാ. പള്ളിയിലോട്ട് പോകണമെങ്കിൽ പോയാൽ How hard to cry, I'm trapped in a maze.
നെയിം മെസ്സേജ് ഇൻ ജാപ്പനീസ്. നമ്മുടെ പേരിൻ്റെ അർത്ഥം അവർ ജാപ്പനീസ് എഴുതി തരുന്നു. ഇത് കണ്ടപ്പോൾ എന്തുകൊണ്ടും നമ്മൾ മലയാളികൾക്കും നമ്മുടെ മലയാളത്തിൽ ഇവരുടെ പേരുകൾ എഴുതി കൊടുത്തുകൂടാ എന്ന ആശയം മനസ്സിൽ ഉദിച്ചുകൊണ്ട് അത് പ്രാബല്യത്തിലാക്കിയാലോ എന്ന ഗ്രൂപ്പ് ഡിസ്കഷനുമായി ഞങ്ങൾ ഈ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.